4 passive income ideas to earn lakhs while sleeping. ബിസിനസ് പച്ച പിടിച്ചുകൊണ്ടാണ് പലരും വെൽത്തി ആയതെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ മൂവീസ് എല്ലാം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്സ് ആയതുകൊണ്ടാണ് അവർ റിച്ച് ആയതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്യുന്നത് നിങ്ങളതിൻ്റെ ഒരു വശം മാത്രം നോക്കിയത് കൊണ്ടായിരിക്കാം. ബിസിനസ് ആയാലും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആയാലും ശരി, അതെല്ലാം നമുക്കൊട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്ലാറ്റ്ഫോംസാണ്. എപ്പോൾ വേണമെങ്കിലും അവിടെ എന്തും സംഭവിക്കാം. ചില സമയത്ത് വളരെ നല്ല ഫേസ് ആണെങ്കിൽ ചിലപ്പോൾ വളരെ മോശമായ ഫേസ് ആയിരിക്കും. എന്നിരുന്നാലും പലരും ഫിനാൻഷ്യലി സ്റ്റേബിളായി തന്നെ ഇരിക്കും. കാരണം അവരുടെ അടുത്ത് മെയിൻ ഇൻകമിൻ്റെ ഒപ്പം പാസീവ് ഇൻകം സോഴ്സസും ഉണ്ടാവും. അതവരെ എല്ലാ സമയത്തും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ സപ്പോർട്ട് ചെയ്യും. ഈ കാര്യത്തിൽ സെലിബ്രിറ്റിയുടെ ഉദാഹരണം എടുക്കണമെങ്കിൽ പലരുമുണ്ട്. എന്നാലും ഇന്ന് നമുക്കൊരു ബോളിവുഡ് സ്റ്റാറിനെ കുറിച്ച് നോക്കാം. സുനിൽ ഷെട്ടി. അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ് ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് മൂവീസ്, TV ഷോസ് ഒക്കെയാണ്. എന്നാൽ അദ്ദേഹം അതിൽ മാത്രമല്ല ഡിപ്പെൻഡഡ് ആയിരിക്കുന്നത്. പാസീവ് ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്, അതും പല വഴിയിലൂടെ. മുംബൈയിലുള്ള ഡൈനിങ് ബാർ, ക്ലബ്, പോപ്കോൺ, ഫിറ്റ്നസ് ചെയിൻ്റെ ഓണർ. അതുകൂടാതെ ബിയാഡോ എന്ന ബ്രാൻഡിൽ അദ്ദേഹത്തിന് നല്ലൊരു ഷെയറുമുണ്ട്. സോ ഇതെല്ലാം ഈ ആക്ടർ അദ്ദേഹത്തിൻ്റെ മെയിൻ ഇൻകമിനൊപ്പം തന്നെ പ്ലാൻഡ് ആയിക്കൊണ്ട് പോകുന്ന ചില പാസീവ് ഇൻകം സോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വഴി അടഞ്ഞാലും അല്ലെങ്കിൽ മെയിൻ ഇൻകമിൽ ഇഷ്യൂസ് വന്നാലും ഏതെങ്കിലും ഒരു പാസീവ് ഇൻകം സോഴ്സ് വഴി ഇൻകം എന്തായാലും ജനറേറ്റ് ആവും. അതായത് അദ്ദേഹം ഫിനാൻഷ്യലി സ്റ്റേബിളായി തന്നെ ഇരിക്കുമെന്നർത്ഥം. വേറൊരു ഇൻ്റർനാഷണൽ എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ ദ വൺ ആൻഡ് ഓൺലി ഇലോൺ മസ്ക്. അദ്ദേഹത്തിൻ്റെ മെയിൻ സോഴ്സ് സ്പേസ് എക്സ് ആൻഡ് ടെസ്ല ആണെങ്കിലും പാസീവ് സോഴ്സ് ലിസ്റ്റിൽ ഏകദേശം 14 കമ്പനീസ് അദ്ദേഹത്തിനുണ്ട്. മസ്കിൻ്റെ 80% ഫോക്കസ് സ്പേസ് എക്സും ടെസ്ലയും ആണെങ്കിൽ ബാക്കിയുള്ള 20% ഫോക്കസ് അദ്ദേഹം കൊടുക്കുന്നത് ഈ പാസീവ് സോഴ്സസിലേക്കാണ്. അത് നല്ലൊരു പ്രോഫിറ്റ് ആണ് സിസ്റ്റമാറ്റിക്കലി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ പലർക്കും അവരുടേതായ പല പാസീവ് ഇൻകം സോഴ്സസും ഉണ്ടാവും. ഇങ്ങനെയുള്ള ഇൻകമിൻ്റെ ഒരു സ്പെഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിന് അത്രയ്ക്കൊന്നും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന കാര്യമാണ്. ചെറിയ ഫോക്കസ് വെച്ച് തന്നെ നമുക്കതിൽ നിന്ന് നല്ലൊരു ഇൻകം കണ്ടിന്യൂസ് ആയി ജനറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ള 4 പാസീവ് ഇൻകം ഐഡിയാസാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഐഡിയാസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം, ഇതിൻ്റെ പ്രോസസ്സ് എന്താണ്, ഇതിലെന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ ഈ വീഡിയോ മൊത്തം നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ബിഫോർ ദാറ്റ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സ്കൂൾ. നമ്പർ 1, ഡോണ്ട് ഗോ വിത്ത് ഇറലവൻറ്റ് സോഴ്സ്. പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ ഒരിക്കലും നമ്മൾ ഒട്ടും തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത സോഴ്സ് ചൂസ് ചെയ്യരുത്. അതാണ് നമ്മളിൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഒരു കാര്യത്തെപ്പറ്റി ശരിക്കുമുള്ള അറിവില്ലാതെ, എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരിക്കലും അതിലേക്ക് എടുത്തു ചാടരുത്. ഉദാഹരണത്തിന്, കാർ ഓടിക്കാൻ അറിയാത്ത, അതിനെക്കുറിച്ച് ഒരു നോളജും ഇല്ലാത്ത വ്യക്തി കാർ റെൻ്റൽ നല്ലൊരു ഇൻകം കൊണ്ടുവരുമെന്ന് വിചാരിച്ച് ഒരു യൂസ്ഡ് കാർ വാങ്ങി അതിൽ റെൻ്റൽ സർവീസിന് വേണ്ടി കൊടുത്താൽ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ഈ അറിവില്ലായ്മയെ സ്വന്തം അഡ്വാൻറ്റേജിന് വേണ്ടി ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. വണ്ടി ഓടിക്കാൻ അറിയുന്ന ആ ഡ്രൈവറിന് ആയിരിക്കും അവിടെ പവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻകം സോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിലുണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ കാര്യം ഒരു പോസിറ്റീവ് എക്സാമ്പിൾ ത്രൂ പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം എടുത്ത എക്സാമ്പിൾ, അതായത് സുനിൽ ഷെട്ടി പോപ്കോൺ എൻ്റർടൈൻമെൻറ്റ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹം മൂവി ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നത് കൊണ്ടായിരുന്നു. അതേപോലെ ക്ലബ്സ് ആൻഡ് ഡൈനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത് റിയൽ എസ്റ്റേറ്റിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡീപ്പ് നോളജ് ഉള്ളതുകൊണ്ടായിരുന്നു. മാത്രമല്ല, ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഈ ആക്ടറുടെ പാഷൻ ആൻഡ് ഹോബിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കാര്യം കൂടി ഇൻകം സോഴ്സായി കൺവേർട്ട് ചെയ്തത്. സോ ഇങ്ങനെ വേണം നമ്മൾ പാസീവ് ഇൻകം സോഴ്സസിനെ ചൂസ് ചെയ്യേണ്ടത്. അത് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. അതിനെക്കുറിച്ച് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 70 മുതൽ 80% നോളജെങ്കിലും ഉണ്ടാവണം. മാത്രമല്ല, ആ കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവണം. അതായത് എക്സ്പീരിയൻസ് ഉണ്ടാവണം. കാരണം അങ്ങനെയുള്ള പാസീവ് ഇൻകം സോഴ്സ് മാത്രമേ സ്റ്റേബിളായി നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കൂ. നമ്പർ 2, അതർ പീപ്പിൾസ് ലെവറേജ്. എല്ലാവർക്കും അവരുടേതായ ലിമിറ്റുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ലിമിറ്റ് താണ്ടി അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, നോളജിൻ്റെ കാര്യത്തിലും ലിമിറ്റേഷൻസ് വരും. ഒരു കാര്യത്തെപ്പറ്റി എല്ലാം അറിഞ്ഞു വയ്ക്കുന്നത് പോസിബിളല്ല. പക്ഷേ അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പലരുടെയും കോൺട്രിബ്യൂഷൻസ്, ഐഡിയാസ്, പ്ലാൻസ് എല്ലാം ആവശ്യമായി വരും. അതായത് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ മിടുക്കരായ എംപ്ലോയീസിനെ ഹയർ ചെയ്താൽ അവർ ഓരോരുത്തരും അവരുടെ ലിമിറ്റേഷൻസ് അനുസരിച്ച് പെർഫോം ചെയ്യാൻ തുടങ്ങും.
അങ്ങനെ എല്ലാവരും അവരുടെ എഫിഷ്യൻസി ആൻഡ് നോളജ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞ ലിമിറ്റേഷൻസിൻ്റെ ഇഷ്യൂസ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ലോകത്തുള്ള എല്ലാ റിച്ച് ബിസിനസ് എംപയേഴ്സും ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയ എംപ്ലോയീസിനെ ഹയർ ചെയ്യും, അതേസമയം ബിഗിനേഴ്സിനെ നന്നായി ട്രെയിൻ ചെയ്യും. ഈ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് അവർ അവരുടെ ബിസിനസ്സിനെ ഓട്ടോമേറ്റ് ആക്കുന്നത്. ഉദാഹരണത്തിന് റിലയൻസ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന മുകേഷ് അംബാനിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പാൻസീവ് ഗ്രോത്തിന് പിന്നിൽ അദ്ദേഹം ഒരാൾ മാത്രമാണോ കാരണം? അല്ല. രാപ്പകൽ കഷ്ടപ്പെടുന്ന എത്രയോ എംപ്ലോയീസിൻ്റെ മൈൻഡ് ആൻഡ് ബോഡി പവറാണ് ഇതിൽ വലിയ പേഴ്സൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നത്. ഇതിനെയാണ് വേറെ ആളുകളുടെ ലെവറേജ് ഉപയോഗിച്ച് സമ്പാദിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മൾ സ്വയം ജോലി ചെയ്താലും ഇല്ലെങ്കിലും ഇവിടെ നമുക്ക് പണം ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ സാലറി കൊടുത്ത് ആളുകളെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പാസീവ് ഇൻകമായി മാറും. നമ്പർ 3, സെൽ യുവർ എക്സ്പെർട്ടൈസ്. ഉദാഹരണത്തിന് നിങ്ങളൊരു വീഡിയോ എഡിറ്ററാണ്. നിങ്ങൾക്ക് 3 വർഷത്തിൻ്റെ എക്സ്പീരിയൻസുമുണ്ട്. സോ ഈ സ്കിൽ നിങ്ങൾക്ക് പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. എങ്ങനെ ചെയ്യും? എക്സ്പെർട്ടൈസ് വെച്ച് ഇൻകം സമ്പാദിക്കാൻ 3 വഴികളുണ്ട്. 1, ഫ്രീലാൻസറായി ക്ലയൻറ്റിന് വേണ്ടി നിങ്ങൾ സ്വയം ജോലി ചെയ്ത് ഇൻകം ഏൺ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ തന്നെയാണ് എല്ലാ ജോലികളും എടുത്ത് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പാസീവായി ഏൺ ചെയ്യുന്ന കോൺസെപ്റ്റ് ഇവിടെ വർക്കൗട്ട് ആവില്ല. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് ബിഗിനേഴ്സിനെ ട്രെയിൻ ചെയ്യാം, എന്നിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം. മൂന്നാമത്തെ വഴി, നിങ്ങളുടെ എക്സ്പെർട്ടൈസിനെ സെൽ ചെയ്യുന്നതാണ്. അതായത് നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ ഒരു വലിയ ഓഡിയൻസിന് ഈ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പഠിപ്പിച്ചു കൊടുക്കാം. ഇത് പാസീവ് ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു സ്മാർട്ട് വേ ആണ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ബൂമിംഗ് ആയൊരു എൻട്രൻസ് എന്ന് പറയുന്നത് UPSC എക്സാമാണ്. അതിൽ ക്രാക്ക് ചെയ്യാൻ പലരും കോച്ചിങ് ആയിട്ടും കോഴ്സസ് ആൻഡ് ബുക്സ് ആയിട്ടും എല്ലാം പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കേസിൽ IAS IPSനേക്കാളും കൂടുതൽ സമ്പാദിക്കുന്നത് ഇങ്ങനെയുള്ള കോഴ്സസ് ആൻഡ് കോച്ചിങ് സെൻറ്റേഴ്സാണ്. ഈ കാലത്ത് ഇത്തരത്തിലുള്ള പല എഡ്യൂക്കേഷനും ഓൺലൈനിൽ അവൈലബിൾ ആണ്. ചിലർ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണെങ്കിൽ, ചിലർ സ്റ്റോക്ക് മാർക്കറ്റ്, കോഡിംഗ്, എഡിറ്റിംഗ്, അങ്ങനെ പലതും ഇപ്പോൾ ഈസിയായി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഇതെല്ലാം വരുന്ന എക്സ്പെർട്ടൈസ് സെൽ ചെയ്യുന്നതിൻ്റെ കാറ്റഗറിയിലാണ്. പാസീവ് ഇൻകം ഏൺ ചെയ്യുന്നതിന് ഇത് ബെസ്റ്റായ ഒരു ഓപ്ഷൻ തന്നെയാണ്. നമ്പർ 4, മേക്ക് യുവർ സെൽഫ് എ പേഴ്സണൽ ബ്രാൻഡ്. നിങ്ങളുടെ അടുത്ത് എക്സ്പെർട്ടൈസ് ഉണ്ട്, അത് നിങ്ങൾ സെൽ ചെയ്യാനും റെഡിയാണ്. പക്ഷേ അത് വാങ്ങാൻ നിങ്ങൾ എങ്ങനെയാണ് ആളുകളെ കൺവിൻസ് ചെയ്യുക? അവർ എന്തുകൊണ്ട് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യണം? ഇവിടെയാണ് ഐഡൻറ്റിറ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം. പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. അതിനാണ് പലരും ആദ്യം സോഷ്യൽ മീഡിയ ത്രൂ ആളുകളെ കണക്റ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് കുക്കിംഗ് പഠിക്കണം. സോ നിങ്ങളൊരു ക്ലാസ് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന വളരെ ഫേമസ് ആയ ഒരു ഷെഫ് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ കുറച്ചടുത്തായി തന്നെ ഒരു കുക്കിംഗ് ക്ലാസ് തുടങ്ങുന്നത്. അതേസമയം നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏതോ ഒരു കുക്കിംഗ് ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട്. സോ ഈ 2 ഓപ്ഷൻസിൽ നിങ്ങൾ ഏതാവും ചൂസ് ചെയ്യുക? ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത ആ ഫേമസ് ഷെഫ് തന്നെയായിരിക്കും നിങ്ങളുടെ ചോയ്സ്. കാരണം അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അത് നിങ്ങളെ ആരും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഈ പേഴ്സണൽ ബ്രാൻഡിൻ്റെ പവർ. നമ്മൾ നമ്മുടേതായ ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം ക്വാളിറ്റി ആൻഡ് വാല്യൂ ആഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ബ്രാൻഡിന് ഗ്രോത്ത് ആൻഡ് ട്രസ്റ്റ് ഉണ്ടാവും. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഫ് യെസ്, ഇന്ന് മുതൽ തന്നെ പാസീവ് ഇൻകം ഏൺ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കാൻ തുടങ്ങുക. നല്ല ഫോക്കസോടുകൂടി ഡിസിപ്ലിൻഡായി ഈ പറഞ്ഞ ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ യു ക്യാൻ ഈസിലി ഏൺ പാസീവ് ഇൻകം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഇതുപോലുള്ള ഫിനാൻഷ്യൽ സീക്രട്സ് ഇനിയും അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് കീപ് വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു.